ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് തിരുവോണമാണ്. അപ്പം ഞങ്ങൾ ഇവിടെ തട്ടിക്കൂട്ട് സദ്യ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഒരു ഉടായ്പ സദ്യ, നോൺ വെജ് സദ്യയാണ് ഉണ്ടാക്കുന്നത്. ചിക്കനും കൂടെ ഉണ്ട്, അപ്പോൾ അതുകൂടെ ചെയ്യാമെന്ന് വെച്ചു. കാരണം ഇന്നലെ ഞങ്ങൾ അല്ലാണ്ട് സദ്യ കഴിച്ചായിരുന്നു, നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നൊരു തട്ടിക്കൂട്ട് സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അഖിലിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ 5 പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചെറിയ സദ്യ. എല്ലാവരും ഓരോ ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്, ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. സോ അവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാണാം, ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാം. ഇന്ന് ആരൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? അഞ്ജലി എന്തുണ്ടാ? ഞാൻ ഓ മിസ്റ്റർ ശ്യാംകുമാർ കോംപ്ലിക്കേറ്റഡ് ഉള്ളി. ഞാൻ അവിയലുണ്ടാക്കാം. അഖിലൊന്നും ഇല്ലെന്ന്. എന്തുവാ ഇത് ഉണ്ടാക്കുന്നേ? ബീട്രൂട്ട് പച്ചടി. ഫസ്റ്റില് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാന്നും പറഞ്ഞ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരാള്. ആപ്പാടെ ഒരു ചെറിയ അടുക്കളയുണ്ട്, അതിനകത്ത് 3 പേരും കയറി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇവരെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ട് അവിയലുണ്ടാക്കാന്ന് കരുതി. പായസം അഞ്ജലി ഉണ്ടാക്കുന്നുണ്ട്. അഞ്ജലി സ്പെഷ്യൽ പച്ചരി പായസം. ചിക്കൻ കറി എന്തുവായി? ചിക്കൻ ഫ്രൈ. ചിക്കൻ കൊണ്ടോട്ടി. അഞ്ജലിയുടെ ബീട്രൂട്ട് അരിഞ്ഞു തുടങ്ങി. സോറി, ക്യാബേജ്. ഇവിടെ ബീട്രൂട്ട് ക്യാബേജ്. ഇത് ബീട്രൂട്ട് തോരനല്ല, പച്ചടി. അഖിലിനെ കിച്ചണിൽ കയറ്റി എല്ലാവർക്കും പേടിയാ, മുളക് പൊടി പാരില്ലേ? ഒരു ഉള്ളി, ഒരു ഉള്ളി, ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി. 5 വെളുത്തുള്ളി. ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു. നമുക്ക് കിട്ടിയ അരി വെച്ചാ പായസം ഉണ്ടാകും. എന്തോ അരിയായിരുന്നു ഇതിന് കിട്ടിയത്? പച്ചരി. ബിരിയാണി അരിയല്ല, പച്ചരി. ഇവിടുത്തെ എന്തോ ഒരു പച്ചരി കിട്ടി, അത് വെച്ച് ഞങ്ങൾ അരിപ്പായസം ഉണ്ടാക്കുന്നു. ഞാൻ അവിയലിന് വേണ്ടി ഇവിടെ അരിഞ്ഞു വെച്ചിരുന്നു, കളർഫുൾ. ഓ, എന്നാങ്കിലും ഒന്നും ഉണ്ടാക്കില്ലേ? അഖിൽ ഇങ്ങനൊക്കെ സംസാരിക്കോ? എല്ലാരും ഉണ്ടാകണ്ട അഖില് സംസാരിക്കും. വേണം, അതെ. ഉപ്പിട്ടാലും മുളകിട്ടാലും ഒരു കുഴപ്പമില്ല, ഇത് ആരും കഴിക്കൂല. ഭംഗിക്ക് വേണ്ടി ആ ഒരു കളർ. ഹാപ്പി ഓണോ. എന്ത് Come on. YouTube. എന്റെ അവിയല്. ഇനി പട്ടാമ്പി സ്പെഷ്യൽ സാമ്പാർ സ്പെഷ്യലിസ്റ്റ് കൈരിട്ട അവിയൽ. ഞങ്ങളുടെ കൂടെ ഉണ്ടാക്കാൻ തുടങ്ങിയ ആളാ ചുമന്ന ബീട്രൂട്ട് വെച്ചിട്ട് ഇതുവരെ അങ്ങനെ ഫൈനലി അഖില് കളത്തിലോട്ട് ഇറങ്ങി അരി വെക്കാൻ. ഇത്രയും നേരം അരി വെച്ചോണ്ടിരുന്നത് ഇപ്പോഴത്തെ അരി വെക്കാൻ ഇറങ്ങി. ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി ആണുങ്ങളുടെ പണിയാ, അവരുടെ കുക്കിങ്ങാ. ഈ കണ്ടേണ്ട വെളുപ്പ രാവിലെ മുതൽ തുടങ്ങിയതായത്. ഒരൊറ്റ ഐറ്റം
ആരും കഴിക്കാത്ത ഐറ്റം അത് കഴിച്ചു നോക്കാം നിങ്ങള്. എനിക്കൊക്കെ വേണ്ട. കെങ്കേവം അല്ലേ? ഇത് സദ്യയിലെ ഏറ്റവും മെയിൻ ഐറ്റം ആണ് ഞാൻ എടുത്തേക്കുന്നത്. എന്താ സ്പീഡ്! കട 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 കട. അങ്ങനെ അഞ്ജലി കുളിച്ച് സുന്ദരിയായെന്ന് സ്വയം അല്ലേ എല്ലാരും പറയുന്നുണ്ട്. ഫൈനലി അഖില് കളത്തിലോട്ട് ഇറങ്ങി. ഇത്രയും നേരം ഇവിടെ ഒന്നും ചെയ്യാതെ ഇരുന്ന് ചിക്കൻ ഫ്രൈ അഖിലുണ്ടാക്കുന്നു. ഇത് പട്ടാമ്പി സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ എന്താ മേടിക്കാൻ പോവാ? ഓ, മുളക് പൊടി. ഓണമൊക്കെ വേണ്ടി ഞങ്ങൾ സാരിയിലൊക്കെ ഉടുത്തിട്ട് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ സാരിയൊക്കെ ഉടുത്ത് അഖിൽ റെഡി ആവുന്ന. അഞ്ജലിയുടെ കയ്യിൽ സാരി ഇല്ല, അപ്പം അഞ്ജലി എന്തോ ഉടുക്കുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ പഠിക്കാൻ പോയവരൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അഖില് മുണ്ടൊക്കെ ഇതാണ് മുളക് പൊടി. എന്തോ തറവാടിന്റെ കാരണവർ എന്ന് കാണിക്കാൻ പറഞ്ഞു. ഐസ്ക്രീം മേടിച്ചു, എനിക്ക് വേണ്ടി ഐസ്ക്രീം. ഐസ്ക്രീം കിട്ടിയോണ്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് വീഡിയോ എടുക്കാന്ന് വെച്ചു. അടുത്ത ആള് മുണ്ടൊക്കെ എടുത്താണ്. ഇത് അഖിൽ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. ഇഞ്ചിക്കറി ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയതാ. കൂട്ടുകറി ഉണ്ട്, പിന്നെ മിസ്റ്റർ ശ്യാംകുമാർ സ്പെഷ്യൽ പച്ചടി, പിന്നെ ഇത് പട്ടാമ്പി സ്പെഷ്യൽ സാമ്പാർ, മോര് നേരത്തെ ഇരുന്നതാ, പിന്നെ ഞാൻ ഉണ്ടാക്കിയ അവിയല്, ക്യാബേജ് തോരൻ അഞ്ജലി ഉണ്ടാക്കി, സാലഡ് കണ്ണൻ ഉണ്ടാക്കി, പായസം ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയത്. ഇത് അഞ്ജലി സ്പെഷ്യൽ പായസം, അഖിലിന്റെ ചോറ്. അത് ഇടത്തോട്ടെന്ന് ഞാൻ പറഞ്ഞേ. ഇടത്തോട്ട് ഞാൻ ചോദിച്ചപ്പോഴേ കൈ ഇത് നോൺ വെജ് സദ്യ. നാട്ടിലാണെങ്കിൽ 4 ദിവസം കഴിക്കണ്ടേ സദ്യ. ശരിയാ. ഞങ്ങള് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയത്. നല്ല തണുപ്പുണ്ട്, തണുപ്പുണ്ട് നല്ല. എന്നിട്ട് ഞാൻ ഫോട്ടോസ് റീൽസ് എടുത്തിട്ട് വേണം ഈ സാരി ഒരു അഞ്ജലിക്ക് കൊടുക്കാൻ. വേറെ സാരി ഇല്ല, ഞങ്ങൾക്ക് ഒരു സാരി ഉള്ളൂ. അഞ്ജലി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതാണ്ടേ അഖിൽ, ഞങ്ങൾ ബ്ലാക്ക്. എന്താ തോന്നി വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാൻ? ഞാൻ എന്റെ കോസ്റ്റ്യൂം ഒരു അഞ്ജലിക്ക് തരുന്നതായിരിക്കും. ഈ ഫോട്ടോ എടുത്തോണ്ടിരുന്നപ്പോ അതിലെ കൂടെ പോയവരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറെ പേര് നല്ല ഭംഗിയുണ്ട്, നല്ല ഡ്രസ്സൊക്കെ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. അവര് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ന്യൂലി മാരീഡാണ്, ഫോട്ടോഷൂട്ട് നടത്താണ് എന്നാ അവര് കരുതിയത്. ഓ ഇതാരടേ ഫോട്ടോഷൂട്ട് അഞ്ജലി കാണിക്കട്ടെ. ഞാൻ അഞ്ജലി മേക്കപ്പ് ചെയ്ത് സാരിയൊക്കെ എടുത്ത് കൊടുത്തതാ. നല്ല ഭംഗിയുണ്ടോ? കമന്റ് കൊള്ളാമോ? തല എന്താക്കാത്തെ? അടുത്ത കല്യാണം വേണം ചെറുക്കൊരു ഫോട്ടോ എടുക്കാൻ. എന്താണ് വീഡിയോ ഒക്കെ നിന്ന് തരുമോ?
തണുക്കുന്നു. കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. We just celebrations. We just took the detour. Do you have any friends in Malayali here? Here, not many. Yeah. You know, the problem here is like people, most of them localized towards German. So you know, inviting friends and making, having parties and all are kind of prohibited. Working here? Yeah, me and my wife are working. കലിപ്പിട്ടെ ഇവിടെ അഖില് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, അങ്ങനെ നിൽക്കൂ ഇങ്ങനെ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. മഴ പെയ്യുന്നുണ്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാ. എല്ലാവരും ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഓണമായിരുന്നു ഞങ്ങളുടെ. ഇന്നലെ ഓണം, ഇന്നും ഓണം, ഫുൾ ഓണം. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഗായ്സ്. ബൈ. നിങ്ങളെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാ. ബൈ ബൈ, സീ യു അനന്തർ വീഡിയോയിൽ കാണാം. ബൈ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഗായ്സ്. എല്ലാരും എന്താ ചത്തടക്കുന്നത്? ഹാപ്പി ഓണം. ബൈ, സീ യു.